നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാവ് പ്രസവിച്ചിരുന്ന സമയത്തുള്ളതുപോലെ പാദരക്ഷകളില്ലാതെ വസ്ത്രമില്ലാതെ അന്ത്യനാളിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവിയുടെ ചോദ്യമാണ്, നബിയേ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് കൂട്ടുമോ? മറുപടി വരുന്നു, അതേ. അപ്പോൾ അവർ പരസ്പരം നോക്കൂല നബിയേ. നബിതങ്ങളെ മറുപടിയാണ്, ആയിഷ, ആ ദിവസം പരസ്പരം നോക്കുന്നതിനെ തൊട്ട് ജനങ്ങൾ പരലോക ഭീതിയിലായിരിക്കും ആയിഷ. ഭക്ഷണവും വെള്ളവുമില്ലാതെ 40 കൊല്ലം അവർ നിൽക്കേണ്ടി വരും. അപ്പോൾ ആയിഷ ബിയുടെ ചോദ്യമാണ്, നബിയേ, ഹൽ യുഹ്ശറു അഹദുൻ കാസിയൻ യൗമൽ ഖിയാമ? ആരെങ്കിലും അന്ന് അതാ മഅ്ശറയുടെ വൻസഭയിൽ ഭക്ഷണവും വസ്ത്രവും അതുപോലെല്ലാം ഉള്ളവരായിട്ട് ആരെങ്കിലും വരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയാണ്, അൽ അംബിയാഉ വ അഹ്ലുഹും വസായിമു റജബിൻ വ ശഅബാന വ റമളാന അലൽ വിലാ. അമ്പിയാക്കളും അവരുടെ അഹ്ലുകാരും റജബിലും ശഅബാനിലും നോമ്പെടുത്തവരും അന്ന് വയറ് നിറഞ്ഞവരായിരിക്കും. അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവൂല. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള സാഹിറ എന്ന സ്ഥലത്തു നിന്നായിരിക്കും അവരെ എല്ലാവരെയും മഹ്ശറിലേക്ക് അയക്കുക. അല്ലാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, ഫഇന്നമാ ഹിയ സജ്റതുൻ വാഹിദതുൻ ഫഇദാ ഹും ബിസ്സാഹിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങോട്ട് അയക്കുന്നതാണ്. അല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 2ാമത്തെ ഊത്ത് കഴിഞ്ഞാൽ അത് ഒരു ഘോര ശബ്ദമായിരിക്കും. അപ്പോൾ അവർ സാഹിറയിലായിരിക്കും. ഏതായാലും ഇവിടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, റജബ് തൊട്ട് റമളാൻ വരെയുള്ള നോമ്പിന് വളരെ പ്രത്യേകതയേറിയതാണ്. അതുകൊണ്ടാണ് ഇത്ര സ്ഥാനം ലഭിച്ചവരായവരെ മഹ്ശറിൽ കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കണേ മുഅ്മിനേ.